സുഹൃത്തുക്കളെ, നമ്മുടെ JCI കേരള ബാങ്ക് ക്ലർക്ക് പരീക്ഷകളുടെ സംയുക്ത പരിശീലനത്തിൻ്റെ 9ാമത് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന സുപ്രധാനമായ 8ാമത്തെ മൊഡ്യൂളിലെ പ്രധാന സെക്ഷനുകൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ അവശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ, എന്നാൽ അതിപ്രധാനവുമാണ്, അവ അടങ്ങുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇന്നത്തെ 9ാമത് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക്. ഇനി നമുക്ക് സെക്ഷൻ 51 ആണ് പരിശോധിക്കേണ്ടത്. സെക്ഷൻ 50 നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ സെക്ഷൻ 51 വളരെ നിസ്സാരമാണ്. എന്താണ് 51 പറയുന്നത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, പിന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, രണ്ട് ഫണ്ടുകളാണല്ലോ. അവയിൽ ബാക്കി നിൽക്കുന്ന തുക, അവയിൽ അവശേഷിക്കുന്ന തുക സംഘത്തിൻ്റെ വൈൻഡിംഗ് അപ്പ് സമയത്ത് ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ് 51 പറയുന്നത്. അത് നമ്മളിങ്ങനെ പറയും: ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിംഗ് അപ്പ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി എന്നുള്ളതാണ് സെക്ഷൻ 51. അത് നമ്മളൊരു കോമൺ സെൻസ് വച്ച് ചിന്തിച്ചാൽ, പഠിക്കാതെ ഈ ആക്ടിൻ്റെ സാങ്കേതിക വാക്കുകളിൽ നമ്മൾ പിണഞ്ഞു പോകാതെ നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും. എന്താണ് നമുക്ക് ആദ്യത്തെ പോർഷൻ? അതായത് ഒരു അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി, രണ്ട് സംഘമാണല്ലോ. അപ്പെക്സ് സൊസൈറ്റിക്ക് ഫണ്ട് കിട്ടുന്നത് എവിടുന്ന? ഗവൺമെൻറ്റിൽ നിന്നും. അവരുണ്ടാക്കുന്ന ഫണ്ട് ഏതാ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ആ വൈൻഡിംഗ് അപ്പ് സമയത്ത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൻ്റെ തുക വന്ന വഴിയേ പോകും. എവിടുന്നാണ് വന്നത്? സർക്കാരിൽ നിന്ന് വന്നു. അതുകൊണ്ട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ സംഘം വൈൻഡിംഗ് അപ്പ് സമയത്ത്, ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവശേഷിക്കുന്ന തുക തിരിച്ച് സർക്കാരിലേക്ക് മുതൽ കൂട്ടേണ്ടതാണ്. വന്ന വഴി പോകും. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അത് ക്ലിയറാണ് 1ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് 2ാമത്തെ സബ്സെക്ഷൻ. എന്താണ്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാ? സെൻട്രൽ സൊസൈറ്റി. എവിടുന്നാണ് ഫണ്ട് വരുന്നത്? അപ്പെക്സിൽ നിന്ന്. അപ്പോൾ അത് ഏത് ഫണ്ടാണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2ാമത്തെ കാറ്റഗറിയിൽ വരുന്ന സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സെൻട്രൽ സൊസൈറ്റി വൈൻഡിംഗ് അപ്പ് സമയത്ത് അതിൽ അവശേഷിക്കുന്ന ഫണ്ടുകൾ തിരിച്ച് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടതാണ്. വന്ന വഴി പോകും. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ. സെക്ഷൻ 52 വളരെ നിസ്സാരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് 52ാമത്തെ വകുപ്പിൽ പറയുന്നത്. എന്താ സെക്ഷൻ 52 വകുപ്പ് 52? ഒരു എഗ്രിമെൻ്റ് വയ്ക്കണം. എന്തിനാണ്? നമ്മൾ ഈ പറയുന്ന രണ്ട് ഫണ്ടുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ടുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ സംബന്ധിച്ച് ഒരു എഗ്രിമെൻ്റ് വയ്ക്കേണ്ടതുണ്ട്. എല്ലാം ഒരു ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് പോകുന്നതാണ് നിയമവിധേയം. അതുകൊണ്ട് ഇവിടെയും ഒരു എഗ്രിമെൻറ്റ്. അതാണ് ഈ സെക്ഷൻ 52 പറയുന്നത്. രണ്ട് ഫണ്ടുകളാണ് നമുക്കറിയാം. എന്താണ് ആദ്യത്തെ ഫണ്ട്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഉണ്ടാക്കുന്നത് ആരാ? അപ്പെക്സ് സ്ഥാപനങ്ങൾ. ഇവിടുന്ന് ആ ഫണ്ട് വരുന്നത് സർക്കാരിൽ നിന്ന്. അപ്പോൾ സർക്കാരാണ് ആദ്യത്തെ എഗ്രിമെൻറ്റ് വെക്കേണ്ടത്. ആരുമായിട്ട്? അപ്പെക്സ് സ്ഥാപനവുമായിട്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ, ടേംസ് ആൻഡ് കണ്ടീഷനും ഏത് രീതിയിൽ നടത്തണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു എഗ്രിമെൻറ്റ് ഈ അപ്പെക്സ് സൊസൈറ്റിയുമായിട്ട് ഗവൺമെൻറ് വെക്കേണ്ടതുണ്ട്. അതാണ് ആദ്യത്തെ സബ്സെക്ഷൻ 52ൻ്റെ ആദ്യത്തെ സബ്സെക്ഷൻ 1. ഇനി സബ്സെക്ഷൻ 2 നിങ്ങൾക്ക് തന്നെ പറയാം. ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നത് സെൻട്രൽ സൊസൈറ്റിക്കാണ്. അപ്പോൾ സെൻട്രൽ സൊസൈറ്റി അതിൻ്റെ ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ആരുമായിട്ട്? അപ്പെക്സ് സ്ഥാപനവുമായിട്ട്. അവിടെ നിന്നാണല്ലോ ഫണ്ട് വരിക. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയും അതിൻ്റെ പ്രൈമറീസും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് അടുത്ത ഭാഗമായിട്ട് സബ്സെക്ഷൻ 2 പറയുന്നത്. അപ്പോൾ രണ്ട് എഗ്രിമെൻറ്റ്. സെക്ഷൻ 52 എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി ആണ് പറയുന്നത്. രണ്ട് എഗ്രിമെൻറ്റ്. ആദ്യത്തെ എഗ്രിമെൻറ്റ് വെക്കുന്ന ഗവൺമെൻറ് ടു അപ്പെക്സ് സൊസൈറ്റി. രണ്ടാമത്തെ എഗ്രിമെൻറ്റ് വെക്കുന്ന അപ്പെക്സ് സൊസൈറ്റി ടു ഇറ്റ്സ് സബ്സിഡിയറി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സെക്ഷൻ 52 പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അതൊന്നും ചിന്തിച്ച് തല പൊണ്ണാക്കേണ്ട കാര്യമേ. സിലബസ് പ്രകാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സെക്ഷൻ 53 പ്രകാരം പറയുന്നത്. സെക്ഷൻ 53 53 അതിനകത്ത് പറയുന്നത് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഫണ്ടുകളല്ലാതെ മറ്റ് തരത്തിലുള്ള സാമ്പത്തിക സഹായം എന്തൊക്കെ സംഘങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളതാണ് സെക്ഷൻ 53 പറയുന്നത്. അത് പ്രധാനപ്പെട്ട നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഒരു ഭാഗവുമാണ്. നമുക്കറിയാം, കുറച്ചധികം സാമ്പത്തിക സഹായങ്ങൾ ഈ രണ്ട് ഫണ്ടിന് പുറമേ സംഘങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഒന്നാമത്തെ സംഗതി, ലോൺ കൊടുക്കാറുണ്ട്. സർക്കാർ പല സ്ഥാപനങ്ങൾക്കും ഗീവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു
സൊസൈറ്റീസ്. അപ്പോൾ ഒന്നാമത്തെ സാമ്പത്തിക സഹായത്തിനെ ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് നമുക്ക് പറയാം. ലോണുകളും അഡ്വാൻസുകളും സംഘങ്ങൾക്ക് ലഭ്യമാക്കുന്നു ഗവൺമെൻറ്. അപ്പോൾ ഒന്ന് മനസ്സിലായല്ലോ, ലോൺസ് ആൻഡ് അഡ്വാൻസ്. ഇനി രണ്ടെന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടികളാണ്. വിവിധ തരം ഗ്യാരണ്ടികൾ, പലതിനും ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് സർക്കാർ. ഇനി ആ ഒരു ഇടപാട് നടന്നില്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുമല്ലോ. അപ്പോൾ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നതിനെയാണ് ഗ്യാരണ്ടി എന്ന് പറയുക. അപ്പോൾ ഇത്തരം പല കേസിനും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. വിവിധ തരം ഗ്യാരണ്ടീസാണ്. നമുക്കൊരു ഗ്യാരണ്ടി നോക്കാം. ഗ്യാരണ്ടി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിബഞ്ചേഴ്സ്. അപ്പോൾ പ്രിൻസിപ്പൽ തുക, അതിൻ്റെ മുതൽ, അതിൻ്റെ പലിശ, അല്ല ഡിബഞ്ചേഴ്സിൽ നിന്നുള്ള പലിശ. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ പ്രിൻസിപ്പൽ, ഡിബഞ്ചറുകളുടെ പലിശ, ഒരു സംഘം ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിബഞ്ചറിന്മേൽ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ പലിശയുടെ തുകയിന്മേലുള്ള ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നു. അതൊരു സാമ്പത്തിക സഹായമല്ലേ. പിന്നെ മൂന്നാമത്തതും ഗ്യാരണ്ടി തന്നെയാണ്. ഗ്യാരണ്ടി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ആൻഡ് ഡിവിഡൻഡ് ദെയർ ഓൺ. അപ്പോൾ ഒരു സംഘത്തിൻ്റെ ഷെയർ ക്യാപിറ്റൽ റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്മേലുള്ള ഡിവിഡൻഡിന്മേലും ഒരു സർക്കാർ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അതൊരു ധനസഹായമായി കൂട്ടിക്കൂടെ. ഇനി മറ്റൊരു തരം ഗ്യാരണ്ടി ഉണ്ട്, ഡി, സബ്സെക്ഷൻ ഡിയിൽ പറയുന്നതാണ്. അത് ഗ്യാരണ്ടി ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോണുകൾക്കും അഡ്വാൻസ്, ഒന്നാമത് പറഞ്ഞില്ലേ, ആ ലോണുകൾക്കും അഡ്വാൻസുകളുടെയും പ്രിൻസിപ്പളിൻ്റെയും ഇൻട്രസ്റ്റിന്മേലുള്ള ഗ്യാരണ്ടി. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്യാരണ്ടി. നമുക്കറിയാം, സംഘങ്ങൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാറില്ലേ, നിക്ഷേപങ്ങൾ സ്വീകരിക്കാറില്ലേ. ആ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യത സംഘങ്ങൾക്കില്ലേ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അതിനെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടി. അതാണ് ഗ്യാരണ്ടി ഫോർ ദ പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ ഡെപ്പോസിറ്റ്. നിക്ഷേപത്തിൽ മേലുള്ള പലിശ കൊടുത്തില്ലെങ്കിൽ അതിന് ഗ്യാരണ്ടി, നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ഗ്യാരണ്ടി. അപ്പോൾ ഇതാണ് അഞ്ചാമതായി പറയുന്ന മറ്റൊരു ധനസഹായം. ഇനി എഫ് ആയി പറയുന്നത് ആണ് നമ്മുടെ സിലബസിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഘം. പലതരം സബ്സിഡീസ് സർക്കാർ സംഘങ്ങൾക്ക് നൽകാറുണ്ട്. ലോണിൻ്റെ ഇൻട്രസ്റ്റ് വേവ് ചെയ്തുകൊണ്ടും മറ്റ് പലിശയുടെ ഒരു ഭാഗം ഒഴിവാക്കിക്കൊണ്ടും അല്ലെങ്കിൽ ഓൺ ടൈം സെറ്റിൽമെൻറ്റ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂഡിങ് സബ്സിഡീസ് ടു ദ സൊസൈറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ എഫിൽ പെടുത്തിയിരിക്കുന്നു. അതൊരു മറ്റൊരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത് സർക്കാർ ധനസഹായങ്ങൾ ക്രമീകരിക്കുന്നത് സംബന്ധിച്ചാണ്. പല ഘട്ടങ്ങളിലും സർക്കാർ സംഘങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളിൽ മേൽ പല തരത്തിലുള്ള ക്രമീകരണങ്ങൾ, ഇളവുകൾ സർക്കാർ വരുത്താറുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രതിപാദ്യമാണ് ജി കാറ്റഗറിയിൽ സബ്സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സെക്ഷനിൽ പറയുന്ന സാമ്പത്തിക സഹായങ്ങൾ, അതർ ഫോംസ്. വളരെ പെട്ടെന്ന് ഒരു റീക്യാപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ് ലോൺസ് ആൻഡ് അഡ്വാൻസ്, 2 മുതൽ ബാക്കി പറയുന്നത് എന്താണ്, എല്ലാം ഗ്യാരണ്ടീസ് ആണ്. ബിയിൽ പറയുന്ന ഗ്യാരണ്ടി എന്താണ്, പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചർ. സിയിൽ എന്താ പറയുന്നത്, റീപേയ്മെൻറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്, അതിൻ്റെ ഗ്യാരണ്ടി. ഡിയിൽ എന്താ പറയുന്നത്, റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇയിൽ എന്താ പറയുന്നത്, ഗ്യാരണ്ടി ദ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ദെയർ അപ്പോൺ. അതാണ്. പിന്നെ ഈ എഫിൽ എന്താ പറയുന്നത്, ഗിവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂഡിങ് സബ്സിഡീസ്. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ക്രമീകരിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതും ഒരു അതർ ഫോം ഓഫ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ ചൂടാറാതെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അത് മറക്കണ്ട. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ചാനലിൽ പുതിയ ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ആക്കിയിട്ടുണ്ട്, ചാനൽ മെമ്പർഷിപ്പ്, ചാനൽ അംഗത്വം. നമ്മുടെ ജോയിൻ ബട്ടൺ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ മെമ്പേഴ്സ് ആകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മെമ്പേഴ്സ് ആകുന്നവർക്ക്, മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മുടെ ചാനലിലൂടെ അഡ്വാൻസ്ഡ് വീഡിയോസ്, നമ്മുടെ യൂഷ്വൽ വീഡിയോസിന് പുറമേ ഉള്ള അഡ്വാൻസ്ഡ് വീഡിയോസ്, ടിപ്സ്, ട്രിക്സ് തുടങ്ങിയവ അടങ്ങുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകും. ആ സൗകര്യം കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇതുകൂടി നിങ്ങളുടെ അറിവിലേക്ക്. സ്റ്റേറ്റ് എയ്ഡിനെ സംബന്ധിച്ച്, അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്, അതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന് 1-2 പോയിൻറ്റ്സ് കൂടി ഞാൻ അങ്ങോട്ട് പറയുകയാണ് സുഹൃത്തുക്കളുടെ അറിവിലും ഉപയോഗത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഗവൺമെൻറ് ധനസഹായം
മൂന്ന് തരത്തിലാണ്. ഗവൺമെൻറ് ഫണ്ടുകളെ, ഒരു സംഘത്തിൻ്റെ ഫണ്ടുകളെ നമുക്ക് മൂന്നായി തിരിക്കാൻ പറ്റും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫണ്ട്സിനെ നമുക്ക് മൂന്നായി തിരിക്കാം. അപ്പോൾ എന്താണ് ഓൺ ഫണ്ട്? ഒന്നാമത്തെ കാറ്റഗറി. അത് ഒരു ഇൻറ്റേർണൽ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിനെയാണ് നമുക്ക് ഓൺ ഫണ്ട് എന്ന് പറയുക. അതുപോലെ തന്നെ ബോറോഡ് ഫണ്ട് ഉണ്ടാവും. ഒരു സംഘത്തിന് ബോറോഡ് ഫണ്ട് ഉണ്ടാകും. അത് മറ്റ് ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന, ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്സ് ആയിരിക്കും ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതിന് പുറമേ കിട്ടുന്ന സഹായങ്ങളാണ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് A to H വരെ നോക്കിയാൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഗ്രാൻസ്, ലോൺസ്, സബ്സിഡീസ് തുടങ്ങിയ സ്റ്റേറ്റ് എയ്ഡുകൾ. അപ്പോൾ മൂന്ന് തരത്തിൽ നമുക്ക് ഒരു സംഘത്തിന് കിട്ടുന്ന ധനസഹായങ്ങളെ തിരിക്കാം. ഓൺ ഫണ്ട്, ബോറോഡ് ഫണ്ട്, സ്റ്റേറ്റ് എയ്ഡ്സ്, നമ്മളിപ്പോൾ പറഞ്ഞ HG വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഓൺ ഫണ്ട്സിനെ കുറിച്ച്, സംഘങ്ങളുടെ ഓൺ ഫണ്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളാണ് ഓൺ ഫണ്ട് എന്ന് പറയുക. അതിൽ പ്രധാനമായി വരുന്ന കുറച്ച് ഒരു 3-4 എക്സാമ്പിൾ നമുക്കൊന്ന് പഠിക്കാം. ഒന്ന്, പിന്നെ സംഘങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രവേശന ഫീസ്, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ എൻട്രൻസ് ഫീസ് എന്ന് പറയും, അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് എന്ന് പറയും. ഇത് ആണ് ഒരു ഓൺ ഫണ്ടായിട്ട് എൻ്റെ ഗണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പെടുത്താൻ കഴിയുക. പിന്നെ വേറൊന്ന് പറയുന്നുണ്ട് ഷെയർ ക്യാപിറ്റൽ, അത് ഒരു ഓൺ ഫണ്ട് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നുണ്ട് റിസർവ് ഫണ്ട്. ഇനി വേറൊന്നുണ്ട് അതർ റിസർവ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഫണ്ടുകളെയാണ് നമ്മൾ ഓൺ ഫണ്ട് എന്ന് പറയുക. ഇനി ഓരോന്നും നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോക്കി പോവാം. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ എൻട്രൻസ് ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ്, അതാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു സംഘത്തിനെ സംബന്ധിച്ച് എന്താണ് എൻട്രൻസ് ഫീസ് അല്ലെങ്കിൽ പ്രവേശന ഫീസ് എന്ന് പറയുക? അതൊരു സംഘത്തിൽ ഒരു അംഗത്തിനെ ചേർക്കുമ്പോൾ ആദ്യമായിട്ട് പ്രവേശന സമയത്ത് ഒരു നിശ്ചിത ഫീസ് അവരിൽ നിന്ന് വാങ്ങുന്നതാണ് പ്രവേശന ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് എന്ന് പറയുക. ഇതൊരു ഘട്ടത്തിലും മെമ്പേഴ്സിന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സംഘത്തിൻ്റെ ഡേ ടു ഡേ അഫെയർസ് അല്ലെങ്കിൽ റെക്കറിങ് നേച്ചറിൽ വരുന്ന ഒരു ഫീസല്ല, ഇത് എപ്പോഴും കിട്ടുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ ഡേ ടു ഡേ അഫെയർസിന് വേണ്ടിയിട്ടാണ് ഈ എൻട്രൻസ് ഫീസ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം എൻട്രൻസ് ഫീസിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കി. എൻട്രൻസ് ഫീസിനെ സംബന്ധിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു നോൺ റെക്കറിങ് നേച്ചറിലുള്ള ഫീസാണ് എൻട്രൻസ് ഫീസ് എന്ന് പറയുക. ആ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. എൻട്രൻസ് ഫീസ് ഒരു നോൺ റെക്കറിങ് നേച്ചറിൽ വരുന്ന ഫീസാണ്. ഇതൊക്കെ MCQ ചോദിക്കാൻ സാധിക്കും. അത് എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു? അത് ഒരു സംഘത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസസ്, അതിൻ്റെ ആദ്യ ചെലവുകൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പ്രിലിമിനറി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻട്രൻസ് ഫീസ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് ഒരു നോൺ റീഫണ്ടബിൾ ഇൻകവുമാണ് സംഘത്തിനെ സംബന്ധിച്ച്. ഇത്രയും കാര്യങ്ങൾ മാത്രം എൻട്രൻസ് ഫീസിനെ കുറിച്ച് കൂട്ടുകാർ മനസ്സിലാക്കി. രണ്ടാമത്തെ വിഭാഗമാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാം. അതൊരു ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ മെമ്പർ ടുവേഴ്സ് ദ റിസോഴ്സസ് ഓഫ് എ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അംഗം ആയി വരുന്ന ഘട്ടത്തിൽ ഒരാൾ ആദ്യമായി അതിൻ്റെ റിസോഴ്സസിലേക്ക്, സംഘത്തിൻ്റെ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അയാളുടെ ഒരു ഭാഗം, അതിനെയാണ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സംഘത്തിൻ്റെ ഷെയർ ക്യാപിറ്റലിനെ പല പല ഷെയർസായി ഡിവൈഡ് ചെയ്തിരിക്കും. ഷെയറിന് വില നിശ്ചയിച്ചിരിക്കും. എത്ര ഷെയർ എടുത്താൽ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാമെന്നൊക്കെ ബൈലായിൽ നിശ്ചയിച്ചിരിക്കും. ഈ ബൈലാ നിശ്ചിത ചട്ടങ്ങൾ പ്രകാരം അയാളുടെ ഷെയറുകൾ അയാൾക്ക് ഇഷ്യൂ ചെയ്യുന്നു. അയാൾ ഷെയർ എടുക്കുന്നു, ഫണ്ട് സംഘത്തിലേക്ക് സ്വരുക്കൂട്ടുന്നു. അപ്പോൾ ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു സംഘത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും സുപ്രധാനമായ ഭാഗം ഷെയർ ക്യാപിറ്റൽ ഫീസ് പോലെയല്ല. ഷെയർ ക്യാപിറ്റൽ വേണമെങ്കിൽ സംഘത്തിന് ഒരു നിശ്ചിത അംഗങ്ങൾക്ക് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം, ഒരു കാലയളവിന് ശേഷം വേണമെങ്കിൽ പിൻവലിക്കാനുള്ള അവകാശം നമ്മുടെ നിയമത്തിൽ കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 3 മുതൽ 5 വർഷക്കാലം വരെ അത് ഹോൾഡ് ചെയ്യും. അതിനുശേഷം നിശ്ചിത ഷെയറുകൾ വേണമെങ്കിൽ വിത്ഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അംഗം മരണപ്പെട്ടാൽ ലീഗൽ ഹെയേഴ്സിന് അല്ലെങ്കിൽ നോമിനിക്ക് ഈ ഷെയറുകൾ കൈമാറ്റം ചെയ്യപ്പെടാം എന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് കൈമാറ്റം ചെയ്യപ്പെടാം എന്നും നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇതൊക്കെയാണ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പറയാൻ. അപ്പോൾ എന്തായാലും സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ധനസഹായത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണത്? ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1954. അത് പ്രധാനമായിട്ടും ഈ ഘട്ടത്തിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1954 സ്റ്റേറ്റ് പാർട്ണർഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു പരാമർശം സഹകരണ മേഖലയിലെ സർക്കാർ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടൽ, സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ സംഘങ്ങളുടെ ഭാഗത്തുണ്ടായാൽ ഗുണങ്ങൾ പലതാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഇങ്ങനെ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ സംഘങ്ങൾ ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്താണ് ഗുണം? ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റീവിൻ്റെ ഗുണങ്ങൾ എന്താണ്? നമുക്ക് പല ഗുണങ്ങളും പറയാം. എന്താണ്? ആൾക്കാരുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വിശ്വാസം, സംഘങ്ങളിൽ മേലുള്ള വിശ്വാസ്യത, കോൺഫിഡൻസ് എന്ന് പറയും. കോൺഫിഡൻസ് ഓൺ ദ പീപ്പിൾ റിഗാർഡിംഗ് ദ സൊസൈറ്റി ക്യാൻ ബി
ഇംപ്രൂവ്ഡ് എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണ്? സംഘത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രസ്റ്റീജ്. ഗവൺമെൻറ് പിന്നെ കോൺട്രിബ്യൂഷനുള്ള സംഘം എന്ന് പറയുമ്പോൾ തന്നെ സംഘത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് മറ്റൊരു ലെവലിലേക്കായി മാറുന്നു. ജനങ്ങളുടെ കോൺഫിഡൻസ് അവിടെയും കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, സംഘത്തിൻ്റെ ബോറോയിങ് പവർ കൂടുകയാണ് ചെയ്യുക. ഗവൺമെൻറ് പാർട്ണർഷിപ്പ് വരുമ്പോൾ സംഘത്തിൻ്റെ ബോറോയിങ് പവർ സ്വാഭാവികമായും വർദ്ധിക്കുന്നത് അതൊരു ബെനിഫിറ്റായിട്ട് ഫ്യൂച്ചറായിട്ട് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലുള്ള സമ്പത്ത് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് അല്ലെങ്കിൽ റൂറൽ ത്രിഫ്റ്റ് എന്ന് പറയും, അത് കൂട്ടുന്നതിനും ഈ ഗവൺമെൻറ് പാർട്ട്ണർഷിപ്പ് സംഘങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു സോഴ്സ് ഓഫ് ഫണ്ട് വരുന്നത് നബാർഡിൽ നിന്നാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നബാർഡിനെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ട്. നബാർഡിൽ നിന്ന് വരുന്ന ധനസഹായം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ഫണ്ട് എന്ന ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്നുള്ള രീതിയിലാണ് നബാർഡ് സംഘങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നത്. നേരിട്ടല്ല, ഗവൺമെൻറ്റിനെ കൊടുക്കുക. നബാർഡ് ഗവൺമെൻറ്റിൽ കൊടുത്തിട്ട് ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സംഘങ്ങൾക്ക് ഈ സ്കീം വഴി, എന്താണ് സ്കീമിൻ്റെ പേര് ഞാനൊന്നുകൂടെ പറയുന്നു, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്നാണ് നബാർഡ് കൊടുക്കുന്ന ഫണ്ട്, ആ സ്കീമിനെ പറയുന്നത്. അതുപ്രകാരമുള്ള ഫണ്ടുകളും സോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ടൈപ്പ് ഓഫ് ഓൺ ഫണ്ട് റിസർവ് ഫണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റിസർവ് ഫണ്ട് നമുക്കറിയാം, അത് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ്. നിയമപ്രകാരം എല്ലാ സ്ഥാപനങ്ങളും സെറ്റപ്പാർട്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും സെറ്റപ്പാർട്ട് ചെയ്യേണ്ട ഒരു ഫണ്ടാണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറിയാണ്. നമുക്കറിയാം അത് സെക്ഷൻ 56 പ്രകാരം എല്ലാ സംഘങ്ങളും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% 15% റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം എന്നാണ് ഇപ്പോൾ നിലവിലുള്ള നിയമം പറയുന്നത്. അത് സ്റ്റാറ്റ്യൂട്ട് എന്തിനാണ് റിസർവ് ഫണ്ട് കീപ്പ് ചെയ്യുന്നത്? റിസർവ് ഫണ്ട് കീപ്പ് ചെയ്യുന്നത് അൺഫോർസീൻ കണ്ടിജൻസീസ് വന്നാൽ, നമ്മൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ചിലവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ സ്കേഴ്സിറ്റി ആ പരിപാടിയെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ അത്തരം കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിസർവ് ഫണ്ട് ഓരോ വർഷവും നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% ഇപ്പോൾ അത്. പിന്നെ ഓൺ ഫണ്ടിൻ്റെ ഗണത്തിൽ വരുന്ന മറ്റൊരു കാറ്റഗറൈസേഷനാണ് പിന്നെ അതർ റിസർവ്സ് എന്ന് പറയുക. റിസർവ് ഫണ്ടിന് പുറമേ വരുന്ന മറ്റ് റിസർവ്സ് കുറച്ചുണ്ട്. അതും നമ്മുടെ ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റിൻ്റെ സെറ്റപ്പാർട്ടിൽ നിന്നും നമ്മൾ സ്വരൂപിക്കുന്ന ഫണ്ടുകൾ തന്നെയാണ്, സെക്ഷൻ 56 തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന കോമൺ ഗുഡ് ഫണ്ടാണ്. അങ്ങനെ ഒരു ഫണ്ട് സംഘക്കാർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, കോമൺ ഗുഡ് ഫണ്ട്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. എങ്ങനെയാണത്? നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ആണ് കോമൺ ഗുഡ് ഫണ്ട് മാറ്റുക. അത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അപ്ലിഫ്റ്റിംഗ് ദ പുവർ പീപ്പിൾ, അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസ് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് പുവർ. ഇങ്ങനെ പല ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫണ്ട് പ്രയോജനപ്പെടുത്തുക. ഇതിനെ കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറയും. സംഘം കീപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ട് തന്നെയാണ്. സെക്ഷൻ 56 കൂടി ഇതിനോടൊപ്പം ചേർത്ത് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. അതർ റിസർവ്സിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഫണ്ടാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് വിളിക്കും സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ് എന്ന് വേണമെങ്കിലും വിളിക്കാം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിവിഷനിൽ ഇതും പെടുത്തിയിട്ടുള്ളതാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് 7% ആണ്. എന്താണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്? നമ്മൾ ചെറുകിട നാമമാത്ര കർഷകർക്ക് പലപ്പോഴും ഷോർട്ട് ടേം ലോണുകൾ സംഘം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം ലോണുകൾ അഗ്രികൾച്ചർ ലോണായി ട്രീറ്റ് ചെയ്യപ്പെടും. അഗ്രികൾച്ചർ ലോൺ പലപ്പോഴും തിരിച്ചു വരാൻ പല ഘട്ടത്തിലും കർഷകർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിന്നെ ക്രോപ്പിൻ്റെ നഷ്ടം, അല്ലെങ്കിൽ ഫ്ലഡ്, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഇവ കൊണ്ട് ചിലപ്പം തിരിച്ചടയ്ക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഈ കൊടുക്കുന്ന ലോൺ, കാർഷിക വായ്പകൾ പിന്നെ സർക്കാർ ഒരു ബാഡ് ഡെറ്റായിട്ട്, കിട്ടാക്കടമായിട്ട് അതിനെ നിശ്ചയിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ആണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുക. അപ്പോൾ അത് സർക്കാർ സാമ്പത്തിക സഹായം ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിട്ടാത്ത ലോണുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നൊരു ഫണ്ട് സംഘക്കാർ തന്നെ നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ന ഫണ്ടിൻ്റെ ക്രിയേഷൻ ആദ്യമായി ഈ മേഖലയ്ക്ക് പറഞ്ഞത് VL മേത്ത കമ്മിറ്റി റിപ്പോർട്ടിലാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ പ്രയോക്താക്കൾ എന്ന് പറയുന്നത് VL മേത്ത കമ്മിറ്റിയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഫണ്ടിൻ്റെ ക്രിയേഷൻ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ സംസ്ഥാന സർക്കാരും ആഡിക്വേറ്റ് ഫണ്ട് ഇതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC ധനസഹായം ഇത്തരത്തിൽ ഇതിനു വേണ്ടി ലഭ്യമാകുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ് മുടക്കുന്ന തുകയുടെ 50% ഗ്രാൻഡായിട്ട് അതിനെ NCDC ഗ്രാൻഡ് എന്ന് പറയും. ഇതൊക്കെയാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. 7% ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, സെക്ഷൻ 56 നമ്മൾ ബൈല അമെൻമെൻറ്റ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ
56-ാം വകുപ്പിൻ്റെ വിവിധ ക്രിയേഷൻ ഓഫ് ഫണ്ട്സിൻ്റെ വിശദമായ ക്ലാസ് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലോയുടെ വീഡിയോയും കൂടി ഈ ഘട്ടത്തിൽ കാണുന്നത് കൂട്ടുകാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന അതർ റിസർവിൽ പെടുത്തുന്ന മറ്റൊരു ഗണമാണ് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്. നമുക്കറിയാം സംഘങ്ങൾ ആനുവൽ ഡിവിഡൻഡ് പ്രഖ്യാപിക്കാറുണ്ട് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്. എപ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ടാണ്. നെറ്റ് ലോസ് ആണെങ്കിൽ സംഘക്കാർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുകയുമില്ല. എന്നാലും ഡിവിഡൻഡ് മാനദണ്ഡങ്ങൾ സർക്കാരും രജിസ്ട്രാറും കാലാകാലങ്ങളിൽ നിശ്ചയിച്ച് സംഘക്കാർക്ക് ഉത്തരവിലൂടെ നൽകാറുമുണ്ട്. എന്നാൽ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ ഒരു ഏകീകരണം വരുത്തുന്നതിന് വേണ്ടിയിട്ട് സംഘങ്ങളിലെ ഡിവിഡൻഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫണ്ടാണ് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്. ഇതിൻ്റെ ക്രിയേഷനും അതർ റിസർവിൻ്റെ ഗണത്തിൽ പെടുത്താം. മറ്റൊരു ഫണ്ടാണ് ബിൽഡിംഗ് ഫണ്ട്. ബിൽഡിംഗ് ഫണ്ട് സ്വന്തം ബിൽഡിംഗ് ഇല്ലാത്ത കെട്ടിടമില്ലാത്ത സംഘക്കാർക്ക് കെട്ടിടം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ലാഭത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പ്രതിവർഷം മാറ്റി കെട്ടിട ഫണ്ട് ഇനത്തിൽ സ്വരൂപിക്കാൻ സംഘത്തിന് അവകാശം നൽകുന്നതാണ് ബിൽഡിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതും അതർ റിസർവിൻ്റെ ഗണത്തിൽ പെടുത്താവുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം. മറ്റൊരു അതർ റിസർവിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന മറ്റൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് റിസർവ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് റിസർവ് ഇത് നിയമപ്രകാരം അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്ന സംഘങ്ങൾക്കാണ് ഇത് സംഭവിക്കുന്നത്. അഗ്രികൾച്ചർ ലോൺ പല ഘട്ടത്തിലും തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ ഘട്ടത്തിൽ അത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് റിസർവ് പല സംഘങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി. നമ്മൾ ഓൺ ഫണ്ട് പോലെ തന്നെ മറ്റൊരു ഗണമാണ് ബോറോഡ് ഫണ്ട് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. സ്വന്തം നിലയിലല്ലാതെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ബോറോഡ്, കടം കൊള്ളുന്ന ഫണ്ടുകൾ എന്നാണ് മലയാളം പറയുക, ബോറോഡ് ഫണ്ട് എന്ന് പറയുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഓൺ ഫണ്ട് കൊണ്ട് മാത്രം ഒരു സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവിപ്പിക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത്തരം ഘട്ടത്തിൽ സംഘം ബോറോഡ് ഫണ്ടിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം, ഈ റേഷ്യോയിലൊരു ബന്ധമുണ്ട്. ഈ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓൺ ഫണ്ട്. അതാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൺ ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ള റേഷ്യോയുടെ ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെയാണ് വരുന്നത്. അത് ഓൺ ഫണ്ടിനെ ആശ്രയിച്ച് തന്നെ ഇരിക്കും. അതിൻ്റെ അർത്ഥം മാക്സിമം ബോറോയിങ് പവർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനെ പറയുന്നത് MBP എന്നാണ്. ഒരു സംഘത്തിൻ്റെ മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയുന്നത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ഓൺഡ് ഫണ്ടാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവും കൂട്ടുന്ന തുകയ്ക്ക് ആനുപാതികമായിരിക്കും. അതിനെയാണ് നമ്മൾ ഓൺ ഫണ്ട് എന്ന് പറയുക. ആ ഓൺ ഫണ്ടിന് ആനുപാതികമായിരിക്കും, പ്രപ്പോർഷനേറ്റ് ആയിരിക്കും നമ്മൾ ബോറോഡ് ഫണ്ട് നിശ്ചയിക്കുക. ഇതൊക്കെ കൃത്യമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് സംഘങ്ങളിൽ ഇപ്പോൾ തന്നെ റേഷ്യോയുടെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബോറോഡ് ഫണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് ഡെപ്പോസിറ്റ്സ് ആണ്. ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, അതാണ് പ്രധാനപ്പെട്ട ഒരു ബോറോഡ് ഫണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബോറോഡ് ഫണ്ടാണ് ലോൺസ് ഒബ്ടൈൻ ഫ്രം ഫിനാൻസിങ് ബാങ്ക് ഓർ ഗവൺമെൻറ്റിൽ നിന്നോ ഫിനാൻസിങ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ സംഘക്കാർ എടുക്കുന്ന പലതരത്തിലുള്ള ബാങ്ക് ലോണുകളുണ്ട്. അതിനെയാണ് മറ്റൊരു ബോറോഡ് ഫണ്ടിനെ പെടുത്തുന്ന പ്രധാന ഒരു കോർപ്പറേഷൻ്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതുപോലെ മെക്ലഗൻ കമ്മിറ്റി ആണ് ഈ ഡെപ്പോസിറ്റ് അറ്റൈൻ ചെയ്യുന്നതിൻ്റെ, മാക്സിമൈസ് ചെയ്യുന്നതിൻ്റെ, ത്രിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ സംഘ അംഗങ്ങളുടെ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്, അവരുടെ നിക്ഷേപങ്ങളിലുള്ള അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് പോലുള്ള സംഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് മെക്ലഗൻ കമ്മിറ്റി തന്നെയാണ്. നമുക്കറിയാം ഈ ഡെപ്പോസിറ്റ് പലതരത്തിലുണ്ട്. എന്തൊക്കെയാണ്? സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്, ഡെപ്പോസിറ്റിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സ്ഥിര നിക്ഷേപം, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടുകൾ. ഈ വിവിധ തരം ഡെപ്പോസിറ്റുകളാണ് സംഘക്കാർ ഇപ്പോൾ നടത്തി വരുന്നത്. ഓരോന്നിൻ്റെയും കാറ്റഗറൈസേഷൻ വ്യത്യസ്തമാണ്. അക്കൗണ്ട് എന്താണ് നമുക്ക് ഏവർക്കും അറിയാം. അംഗങ്ങളുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ, ഡെപ്പോസിറ്റുകൾ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ടിനെയാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് നിശ്ചിത ശതമാനം ചെറിയ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നിക്ഷേപത്തിന്മേൽ അംഗങ്ങൾക്ക് നൽകുന്നത്. ഇത്തരത്തിൽ അവരുടെ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്, അവരുടെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മുടെ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. കുറച്ചുകൂടി വലിയ നിക്ഷേപ സാഹചര്യമാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപത്തിലുള്ളത്. അത് 3 മാസം മുതൽ ഇപ്പോൾ 90 ദിവസം മുതൽ ഏകദേശം 3 വർഷം വരെ കാലയളവിലേക്ക് ഇപ്പോൾ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. അത് ഒരു ലോങ് ടേം ഡെപ്പോസിറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ള നിക്ഷേപം ഏതാണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് കൃത്യമായി പറയാം, അത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റും കറണ്ട് അക്കൗണ്ടിനും മുകളിലേക്ക് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്
കിട്ടുന്നത് ടൈപ്പ് ഉണ്ട്. അത് കറണ്ട് അക്കൗണ്ട് എന്നാണ് പറയുക. സാധാരണഗതിയിൽ ബിസിനസ് ആൾക്കാരാണ്, അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്, മർച്ചൻസ് ആണ്, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആണ് സാധാരണ ഈ കറണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ഒരു ദിവസം തന്നെ നിരവധി തവണ ട്രാൻസാക്ഷൻ നടത്തുന്നതിനുള്ള സൗകര്യം ഈ അക്കൗണ്ട് ലഭ്യമാണ്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് തുലവും പരിമിതമായിരിക്കും. ഏറ്റവും കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ ഉണ്ടായെന്ന് തന്നെ വരില്ല. ഏറ്റവും കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് കറണ്ട് ഡെപ്പോസിറ്റിനായിരിക്കും. അതിന് മുകളിൽ സേവിങ്സ് ഡെപ്പോസിറ്റിനായിരിക്കും. ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് ലഭ്യമാകുന്ന ഡെപ്പോസിറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ഇത് മൂന്നും അതിൻ്റെ കാറ്റഗറൈസേഷൻ. ഫണ്ടിൻ്റെ ഗണത്തിൽ വരുന്ന അടുത്ത കാറ്റഗറി ബോറോയിങ്സ് അല്ലെങ്കിൽ ലോൺസ് ആണ്. സാധാരണഗതിയിൽ ഫിനാൻസിങ് ബാങ്കുകളിൽ നിന്നാണ് ഇത്തരം ലോണുകൾ അല്ലെങ്കിൽ ബോറോയിങ്സ് സംഘക്കാർക്ക് ലഭ്യമാക്കുക. അത് ലോങ് ടൈം ലോണുമായിരിക്കും, ലോങ് ടൈം ബോറോയിങ്സുമായിരിക്കും. അത് മാക്സിമം ബോറോയിങ് പവർ MBP എന്ന് പറയുന്ന ഒരു ടൈം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ലോണിൻ്റെ തോത് അല്ലെങ്കിൽ തുക. ഈ മാക്സിമം ബോറോയിങ് പവർ ഒരു സംഘത്തിന് നിശ്ചയിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഓഫ് ദ സൊസൈറ്റിയാണ്. അത് രണ്ടും പരിഗണിച്ചിട്ടാണ് നമ്മുടെ മാക്സിമം ബോറോയിങ് പവർ നിശ്ചയിക്കപ്പെടുക. സാധാരണഗതിയിൽ 20 മുതൽ 25 വരെ ഇരട്ടി, 20 to 25 times of the paid up share capital and reserve of the society, reserve fund of the society ആയിരിക്കും സാധാരണ മാക്സിമം ബോറോയിങ് പവർ ആയിട്ട് വരിക. അപ്പം MBP എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് 20 to 25 times ഓഫ് paid up share capital and reserve. അതാണ് ഒരു യൂഷ്വൽ കോഴ്സ്. നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞു, ബാങ്കുകൾക്ക് പാരലായിട്ട് വരുന്ന അഗ്രികൾച്ചറൽ ബാങ്കുകളുണ്ടല്ലോ, കാർഷിക വികസന ബാങ്കുകൾ, അവർ ഫണ്ട് റൈസ് ചെയ്തതിന് വേണ്ടി ചെയ്യുന്നത് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലൂടെയാണ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക എന്നാണ് അതിന് പറയുക. കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് സാധാരണഗതിയിൽ ഓർഡിനറി ഡിബഞ്ചർ ഉണ്ടാകും, റൂറൽ ഡിബഞ്ചർ ഉണ്ടാകും, അതുപോലെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചർ ഉണ്ടാകും. ഈ 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സാണ് ഈ അഗ്രികൾച്ചറൽ ബാങ്കുകൾ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കാസ്കാഡ് ബാങ്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ബാങ്കുകൾ പുറപ്പെടുവിക്കുന്ന ഡിബഞ്ചേഴ്സ് 3 തരമാണ്. ഓർഡിനറി ഡിബഞ്ചേഴ്സ് ഉണ്ടാവും, റൂറൽ ഡിബഞ്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സും ഉണ്ടാവും. ഇത്തരത്തിലുള്ള കടപ്പത്രങ്ങളാണ് അവർ ഈ ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. ഇതുകൂടി സാധാരണ ആൾക്കാർക്ക്, ജനറൽ പബ്ലിക്, അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചില സ്ഥാപനങ്ങൾക്കും ആണ് സാധാരണ ഓർഡിനറി ഡിബഞ്ചേഴ്സ് ഇത്തരം സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുക, സാധാരണ കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുക. സാധാരണ ജനറലുകളുടെ പലിശ അല്ലെങ്കിൽ റേറ്റ് സാധാരണ മാർക്കറ്റ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതനുസരിച്ച് ഏറിയും കുറഞ്ഞും സാധാരണ ഡിബഞ്ചറിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രഖ്യാപിക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത്തരം ഡിബഞ്ചറുകളെ നമ്മൾ ട്രസ്റ്റി സെക്യൂരിറ്റീസ് എന്ന് ചിലപ്പോൾ ഇയർമാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ വിളിക്കുക, ട്രസ്റ്റി സെക്യൂരിറ്റീസ്. ഓർഡിനറി ഡിബഞ്ചേഴ്സിന് അങ്ങനെ പറയാറുണ്ട്. ഗവൺമെൻറ് ഗ്യാരണ്ടി മിക്കവാറും ഘട്ടത്തിൽ ഈ സാധാരണ ഓർഡിനറി ഡിബഞ്ചേഴ്സിന് ഉണ്ടാകും. എന്തിനാ? അതിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതൊക്കെയാണ് റൂറൽ ഡിബഞ്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം. ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഡിബഞ്ചേഴ്സിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ RBI ഒരു സ്കീം തന്നെ റൂറൽ ഡിബഞ്ചേഴ്സ് എന്ന് അതിന് വേണ്ടിയിട്ട് അത് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്കീം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കി. 1957 ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ടല്ലോ, നമ്മുടെ അപ്പെക്സ് സ്ഥാപനം, ഭൂപണയ ബാങ്കിൻ്റെ പഴയ ഭൂപണയ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ അപ്പെക്സ് സ്ഥാപനം കാസ്കാഡ് ബാങ്ക്, അവർ ഇത്തരം റൂറൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് മാക്സിമം ഷെയർ ജനങ്ങളിൽ നിന്നും ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ഡെപ്പോസിറ്റ് റേസ് ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക്. ലോങ് ടൈം ഡിബഞ്ചേഴ്സ് ആയിരിക്കും. 6 മുതൽ 7 വർഷം കാലാവധി ഉണ്ടാകും. അതിൻ്റെ വസ്തു മോർഗേജ് ചെയ്തിട്ടാണ് ഇത്തരം ഡിബഞ്ചേഴ്സ് സാധാരണഗതിയിൽ അവർ ഫ്ലോട്ട് ചെയ്യാറുള്ളത്. അതിന് സ്പെഷ്യൽ സീരീസ് ഓഫ് റൂറൽ ഡിബഞ്ചേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ആ റൂറൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കാസ്കാഡ് ബാങ്ക് ആദ്യമായിട്ട് ഇതിന് വഴി തുറന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി. കാർഷിക മേഖലയിലുള്ള ചില സ്പെഷ്യൽ പ്രോജക്റ്റുകളുടെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് അത് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. അഗ്രികൾച്ചറൽ ഏരിയയിലുള്ള ചില പ്രത്യേക പദ്ധതികളുടെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിൽ ഫ്ലോട്ട് ചെയ്യപ്പെടുന്ന ഡിബഞ്ചേഴ്സിനെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് എന്ന്, വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക കാർഷിക മേഖലയിൽ എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഡിബഞ്ചേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇത്തരത്തിൽ 3 തരം ഡിബഞ്ചേഴ്സാണ് സാധാരണഗതിയിൽ ബോറോയിങ്സ് അല്ലെങ്കിൽ ലോൺസ് എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ
നമ്മുടെ 8ാമത് മൊഡ്യൂൾ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന സുപ്രധാനമായ ഏരിയ വളരെ വിശദമായും വളരെ ലളിതമായും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഒരു മാർക്ക് പോലും കളയാൻ വേണ്ടിയില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഈ ഒരു അധ്യായം ഇഷ്ടമായി എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ അവശേഷിക്കുന്ന മറ്റ് പാഠഭാഗങ്ങളുമായിട്ട് മറ്റ് മൊഡ്യൂൾസുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.